Students, welcome back to our online class. Our online class every swagatham cheyunu. In today's class, we are going to unlock a new lesson. Breaking Barriers, I'll Fly by Srikanth Bolla. ശ്രീകാന്ത് ബൊള്ളയുടെ ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒരു സ്പീച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. എന്താണ് നമ്മുടെ സ്പീച്ചിന്റെ പേര്? ബ്രേക്കിംഗ് ബാരിയേഴ്സ്. എന്താണ് ഈ ബാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങൾ അല്ലെ. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്? പൊട്ടിച്ചെറിഞ്ഞിട്ട് അതൊക്കെ തകർത്തിട്ട് ഐ ഫ്ലൈ, ഞാൻ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? പറക്കുമെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായിരിക്കും ഈ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടാവുക? ഓക്കെ, ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ എല്ലാവർക്കും എന്താ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ശ്രീകാന്ത് ബൊള്ള ആരാണ് എന്ത് ചെയ്യണം അറിയണം. ഞാൻ ചെറിയൊരു ക്ലൂ എന്ത് ചെയ്യാണ് ഞാൻ തരികയാണ്. അദ്ദേഹം ഒരു ഓണ്ടർപ്രീനിയർ ആണ് അല്ലെ, ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപകനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് അദ്ദേഹത്തിന് എന്ത് കാണില്ല, കണ്ണെന്ത് ചെയ്യില്ല, കാണില്ല. അങ്ങനെ ഒരു കൂട്ടം സമൂഹം അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്? ഒറ്റപ്പെടുത്തുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. വിദേശത്തൊക്കെ പോയി കാണാൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പഠിക്കുന്നു. അതിനുശേഷം ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തിന്റെ ഒരു പാർട്ട്ണറുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യുന്നു. ഒരു തരത്തിലൊരു സംരംഭം, അതായത് ഒട്ടേറെ പേർക്ക് തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യാണ്. അതിൽ ഭൂരിഭാഗം ആളുകളും ഇതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള, ചില ആളുകൾക്ക് കണ്ണ് കാണില്ല, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താ പറയാ ഈ സംരംഭത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ളത്. അദ്ദേഹം ഇത്തരത്തിലുള്ള 100-300 പേർക്ക് എന്ത് ചെയ്യുന്നു, ജോലി കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. അതായത് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ചിലപ്പോൾ നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ചിലപ്പോൾ കേൾവിശക്തി ഉണ്ടായിരിക്കില്ല, കാഴ്ചശക്തി ഉണ്ടായിരിക്കില്ല, സംസാരിക്കാൻ കഴിയില്ല, ചിലപ്പോൾ നടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ഇതുണ്ട് അല്ലെ, പ്രയാസങ്ങളുള്ള ആളുകളാണെങ്കിലും അല്ലെ, അവർക്കൊക്കെ ഒരു എന്താ പറയാ ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ദൃഢനിശ്ചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് ആവാൻ പറ്റും എന്നൊരു സൂചന, എന്നൊരു മെസ്സേജ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ, അതായത് ഈ സ്പീച്ചിലൂടെ നമ്മുടെ ശ്രീകാന്ത് ബൊള്ള എന്ത് ചെയ്യാണ്, നൽകുകയാണ്. സോ ലെറ്റ് us start. ഫസ്റ്റ് നമുക്ക് ആരാണ് ഈ ശ്രീകാന്ത് ബൊള്ള എന്ന് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം അല്ലെ. ശ്രീകാന്ത് ബൊള്ള വാസ് born in 1991 at Machilipatnam in Andhra Pradesh. His parents were uneducated farmers. He has been a youth leader since 2005 and a member of the Lead India campaign of 2020, the national youth movement started by the former president of India, APJ Abdul Kalam sir. ഓക്കെ, ശ്രീകാന്ത് ബൊള്ള ജനിച്ചിട്ടുണ്ടായിരുന്നത് ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമേഴ്സ് ആയിരുന്നു. അദ്ദേഹം 2005 മുതൽക്ക് അദ്ദേഹം ഒരു യൂത്ത് ലീഡർ ആയിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് മെമ്പർ ഓഫ് ദ ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ ഓഫ് 2020, 2020 ലീഡ് ഇന്ത്യ ക്യാമ്പയിനിൽ ഒരു മെമ്പറും കൂടിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ യൂത്ത് മൂവ്മെന്റ് ആണ്. അത് നമ്മുടെ ഫോമർ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം സാർ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഇൻ 2012 Bolla set up Bollan Industries with a partner Ravi Manda. It produces eco-friendly recycled craft paper and packaging products from natural and recycled materials. 2012 നമ്മുടെ ശ്രീകാന്ത് ബൊള്ള എന്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇൻഡസ്ട്രി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ഓണ്ടർപ്രീനിയർ ആയിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബൊള്ളൻ ഇൻഡസ്ട്രി, അദ്ദേഹത്തിന്റെ പാർട്ട്ണറുടെ പേര് രവി മന്ദ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ ആ ഇൻഡസ്ട്രിയിൽ ഇവർ ചെയ്യുന്ന എക്കോ ഫ്രണ്ട്ലി റീസൈക്കിൾഡ് ക്രാഫ്റ്റ് പേപ്പർ ആൻഡ് പാക്കേജിംഗ് പ്രൊഡക്ട്സ് ആയിരുന്നു. അതായത് പ്രകൃതി ഫ്രണ്ട്ലി ആയിട്ടുള്ള, പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള ക്രാഫ്റ്റ് പേപ്പർ കൊണ്ടും അതുപോലെ മറ്റ് ഈ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ പാക്കേജിംഗ് പ്രൊഡക്ട്സ്, പേപ്പർ പ്രൊഡക്ട്സ്, മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഈ ബൊള്ളൻ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. Srikanth Bolla is the director of Surge Impact Foundation, which he founded in 2016. The organization aims to enable individuals and institutions in India to achieve the Sustainable Development Goals by 2030. അദ്ദേഹം എന്തായിരുന്നു, ഒരു ഡയറക്ടർ ഓഫ് സർജ് ഇമ്പാക്ട് ഫൗണ്ടേഷന്റെ ഡയറക്ടർ ആയിരുന്നു എന്നാ പറഞ്ഞത്. അത് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് 2016 2016 ഈ ഒരു ഓർഗനൈസേഷന്റെ മൊത്തമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എനേബിൾ individuals and institutions in India to achieve the Sustainable Development Goals by 2030. അതായത് 2030 ആകുമ്പോഴേക്കും അല്ലെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസ്ഥിര വികസനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ത് ചെയ്യുക, 2030 ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക, ഓരോ ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൈവരിക്കും എന്നൊരു ലക്ഷ്യമാണ് അദ്ദേഹത്തിന്റെ ഈ സർജ് ഇമ്പാക്ട് ഫൗണ്ടേഷന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇൻ 2017 അല്ലെ, 2017 Bolla was named in the Forbes magazine list of 30 under 30. അതായത് ഒരു മാഗസിനിൽ അദ്ദേഹം ഇടം പിടിക്കാൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഫോർബ്സ് മാഗസിൻ ലിസ്റ്റ് ഓഫ് 30 under 30 അക്രോസ് ആൾ ഓഫ് ഏഷ്യയിലെ അല്ലെ. ഓക്കെ, ഈ ബയോപിക് ഓൺ ഹിസ് ലൈഫ് ശ്രീകാന്ത് വാസ് റിലീസ്ഡ് ഇൻ 2024. അദ്ദേഹത്തിന്റെ ഒരു ബയോപിക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2024 ശ്രീകാന്ത് എന്ന പേരിൽ തന്നെയാണ്. ഹിന്ദി ലാംഗ്വേജിലാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്,
ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ. ഓക്കെ, അപ്പൊ കാണാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഇതൊന്നും എന്ത് ചെയ്യുക, കാണാം. അപ്പൊ ഇനി നമ്മൾ നേരെ നമ്മുടെ പാഠത്തിലോട്ട് എന്ത് ചെയ്യാണ്, നമ്മള് പോവാണ്. അതൊക്കെ നമുക്ക് ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട് നോക്കാം അല്ലെ. സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പെർസീവറൻസ് റാദർ ദാൻ ലക്ക് ഡസന്റ് ഇറ്റ്. ഒരു ചോദ്യം നമ്മളോട് നേരിട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് നമ്മളോട് അത് അങ്ങനെ തന്നെ അല്ലേന്ന് എന്ത് ചെയ്യാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ അല്ലേന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റീഡ് ആൻഡ് റിഫ്ലക്ട് തുടങ്ങുന്നത്. സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പെർസീവറൻസ് റാദർ ദാൻ ലക്ക് ഡസന്റ് ഇറ്റ് അല്ലെ. അതായത് നമുക്ക് വിജയത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു വിഷൻ വേണം, നമുക്കൊരു വിഷൻ, അതുപോലെ തന്നെ പെർസീവറൻസ് അല്ലെ, ഒരു സ്ഥിരോത്സാഹം, ഒരു തരത്തിലുള്ള ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് വേണം റാദർ ദാൻ ലക്ക്. അതായത് ഭാഗ്യം വേണം, ഭാഗ്യത്തിനേക്കാളും നമുക്ക് ആവശ്യമുള്ളത് വിഷനും അതുപോലെ തന്നെ പെർസീവറൻസും ആണ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. പ്രോബ്ലം ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെയിലിയർ ആസ് പ്രാക്ടീസ്. പ്രോബ്ലംസിനെ നമ്മൾ എന്താക്കിയിട്ട് കാണണം എന്നാണ് പറഞ്ഞത്, ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എന്ത് ചെയ്യണം നമ്മൾ കാണുക, അതുപോലെ തന്നെ ഫെയിലിയേഴ്സ്, നമ്മുടെ പരാജയങ്ങൾ അതൊരു പ്രാക്ടീസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ കാണുക. അതായത് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും, വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രാക്ടീസ് ആണെന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ശ്രമിച്ചിട്ട് എന്തെങ്കിലോട്ട് എത്തുക, സക്സസിലോട്ട് എന്ത് ചെയ്യുക. സക്സസിലോട്ട് എത്താൻ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു വർക്കുമാണ്. ഒരു ഹാർഡ് വർക്ക് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്മാർട്ട് വർക്ക് എങ്ങനെയും എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം. സോ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ്സ് അപ് ടു യു. നൗ ലെറ്റ്സ് ലിസൺ എ വിഷ്വലി ചലഞ്ചഡ് വിഷണറി ഹു ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഓൺ ലൈഫ് ആൻഡ് ദ ലൈവ്സ് ഓഫ് മെനി അതേഴ്സ്. നമുക്ക് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു വിഷണറിയുടെ, ഇവിടെ വിഷണറി എന്ന് ഉദ്ദേശിക്കുന്നത് ആര് തന്നെയാണ്, നമ്മുടെ ശ്രീകാന്ത് പൊള്ളയുടെ അല്ലെ. എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്കൊന്ന് കേൾക്കാം. ഹു ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഓൺ ലൈഫ്, അദ്ദേഹത്തിന്റെ ലൈഫും എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ലൈവ്സ് ഓഫ് മെനി അതേഴ്സ് അല്ലെ, ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം മാറ്റിമറിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള, അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെ. ഒരു മുറിയുടെ മൂലയിൽ ഒതുങ്ങി കൂടി നിന്നുകാണ്ട് അല്ലെ, എന്റെ ജീവിതം എത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ വെറും ഒരു വടി എടുത്തിട്ട് അങ്ങാടിയിലൂടെയും റോഡിലൂടെയും ഒക്കെ നടന്നിട്ട് ഇങ്ങനെ കൊത്തിപ്പിടിച്ച് ഇങ്ങനെ നടന്നിട്ട് അങ്ങനെയല്ല, ഒരു കണ്ണടയും വെച്ചിട്ട് അങ്ങനെയല്ല. അദ്ദേഹം സമൂഹത്തിലോട്ട് ഇറങ്ങിയിട്ട് അല്ലെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ പോലുള്ള ആളുകളെ തന്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് ഓരോ തൊഴിലവസരങ്ങളും മറ്റൊക്കെ നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അദ്ദേഹവും വളർന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐൽ ഫൈ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്പീച്ച് എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഹലോ, ഐ ആം ശ്രീകാന്ത് ആൻഡ് ഓൺട്രപ്രീനിയർ അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്, ഹലോ, ഐ ആം ശ്രീകാന്ത് ആൻഡ് ഓൺട്രപ്രീനിയർ. എന്റെ പേര് ശ്രീകാന്ത് ആണ്, ഞാനൊരു ഓൺട്രപ്രീനിയർ ആണ്. ഈ ഓൺട്രപ്രീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ സ്ഥാപകൻ, സംരംഭകൻ എന്നൊക്കെ ഒരു അർത്ഥം വരുന്നുണ്ട് അല്ലെ. ഡു യു നോ ദാറ്റ്, നിങ്ങൾക്ക് അറിയുമോ 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയിഡ് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ വരുന്ന 51% ആളുകളും സെൽഫ് എംപ്ലോയിഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കാൻ പറ്റുമല്ലോ, എല്ലാവരും സെൽഫ് എംപ്ലോയിഡ് ആണ് അല്ലെ, അതായത് സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് മീ ഷെയർ ദ സ്റ്റോറി ഓഫ് ദ റിച്ചസ്റ്റ് ഓൺട്രപ്രീനിയർ കപ്പിൾ ഇൻ ദ വേൾഡ്. ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു കഥ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. ലെറ്റ് മീ ഷെയർ ദ സ്റ്റോറി ഓഫ് ദ റിച്ചസ്റ്റ് ഓൺട്രപ്രീനിയർ കപ്പിൾസ് ഇൻ ദ വേൾഡ് അല്ലെ. ഈ ലോകത്തിൽ വെച്ചിട്ടുള്ള എന്താന്നാ പറഞ്ഞിട്ടുള്ളത്, ഒരു സംരംഭകരായിട്ടുള്ള അല്ലെങ്കിൽ വ്യവസായ സ്ഥാപകനായിട്ടുള്ള ഒരു ഓൺട്രപ്രീനിയർ കപ്പിൾസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അവര് മറ്റാരുമല്ല, എന്റെ ആര് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, പാരന്റ്സ് തന്നെയാണെന്നാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്. They earned just 2,000 a year from their small plot of land. അവർക്ക് അവരുടെ ചെറിയ പ്ലോട്ട് ഓഫ് ലാൻഡ്, അവർ കർഷകരായിരുന്നു, ഒരു ചെറിയ ഒരു ഭൂമി വെച്ചിട്ട് അതിൽ നിന്ന് അവർക്ക് വർഷം എന്ത് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്, 20,000 രൂപ കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഓഫ് എവറി മാരീഡ് കപ്പിൾ. അതായത് ഓരോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ദമ്പതികളുടെയും ഒരു സന്തോഷമായിട്ടുള്ളൊരു അധികം നല്ല സന്തോഷമായിരിക്കും. പിന്നെ അവരൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് കൊടുക്കുന്ന സന്തോഷം അല്ലെ, അതിരറ്റിട്ടുള്ള സന്തോഷമാണെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ മാരീഡ് കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിലും ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അറ്റ് ദാറ്റ് മൊമെന്റ് ഇൻ ടൈം ദ ടേം ആപ്പിൾ ഓഫ് ദ ഐ ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം. എന്താണ് ഈ ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആപ്പിൾ ഓഫ് വൺ ഐസ്, അതായത് ഹൈലി വാല്യൂഡ്, നമ്മൾ പറയില്ല കണ്ണിലുണ്ണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് at that moment in time the term apple of the eye did not mean much to them. ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഞാനൊരു കണ്ണിലുണ്ണിയൊന്നും ആയിരുന്നില്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്ലൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജനിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ തന്നെ അവരുടെ ഫാമിലി ഉണ്ടാവുന്ന കുറച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാലോ നമുക്ക് മനസ്സിലാവുമല്ലോ, സങ്കടങ്ങളൊക്കെ. ഓക്കെ, neither of my parents had ever seen an apple nor did I have an eye. അതായത് എന്റെ രക്ഷിതാക്കൾ എന്ത് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്, ആപ്പിളൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്കൊക്കെ എന്തും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്, കണ്ണും ഉണ്ടായിരുന്നില്ല, അതായത് കാഴ്ചശക്തിയും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. When I was born without eyes, society saw me as a burden. ഞാൻ കാഴ്ചശക്തി ഇല്ലാതെ കണ്ണില്ലാതെ ജനിച്ചപ്പോ സമൂഹം എന്നെ എങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്, ഒരു ബേർഡൻ ആയിട്ട്. എന്താ ബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാരമായിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കണ്ടിട്ടുണ്ടായിരുന്നത്. Some even suggested that I should be smothered.
സ്മോദേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുക അല്ലെ. ചില ആളുകൾ നിർദ്ദേശിച്ചു, ഒരു കുട്ടി ഉണ്ടായതല്ലേ, ശക്തി ഇല്ലല്ലേ, ആ കുട്ടീനാണ് കഴുത്ത് നെരിച്ചു കാണാൻ എന്ത് ചെയ്താളാ കൊന്നാളാന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് മൈ പാരന്റ്സ് ഷവേർഡ് ഓൺ മീ ഇമ്മൻസ് ലവ് ആൻഡ് കെയർ. പക്ഷേ എന്റെ രക്ഷിതാക്കള് എന്നില് അല്ലെ ഇമ്മൻസ് ലവ് ആൻഡ് കെയർ, ധാരാളം സ്നേഹവും പരിചരണവും എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യാണ് പറയാണ്. ദേ ഫെൽറ്റ് ദേ വേർ ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ് അല്ലെ. അവരന്ന് എന്താ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്, ഓക്കെ അവരാണ് ഈ ലോകത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും സമ്പന്നരായിട്ടുള്ള ദമ്പതിമാരെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ കൺസിഡർ മൈ സെൽഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ അല്ലെ. ഞാൻ എന്ത് കൺസിഡർ ചെയ്യുന്നു എന്നാ പറഞ്ഞത്, ഞാനും ഭാഗ്യവാനായിട്ടുള്ള ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് ശ്രീകാന്ത് ജനിച്ചപ്പോ തന്നെ അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ശ്രീകാന്തിനെ അല്ലെ കഴുത്ത് നെരിച്ച് കൊന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ ഇതേമാതിരിയുള്ള ഒരു സംരംഭകനെ, ഒരു വ്യവസായ സംരംഭം സ്ഥാപിച്ചിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടുമായിരുന്നോ? ഇല്ല അല്ലെ. 500 കണക്കിന് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മുതലാളിയെ കിട്ടുമായിരുന്നോ? ഇല്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ രക്ഷിതാക്കളുടെ ഒരു പ്രാധാന്യം മക്കളുടെ ജീവിതത്തിൽ. ഓക്കെ, ആസ് എ ചൈൽഡ് ഐ സ്പെൻഡ് മച്ച് ഓഫ് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദ ഫീൽഡ്സ്. അങ്ങനെ പതുക്കെ ഈ കുട്ടി വലുതാവാണ് അല്ലെ. ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഐ സ്പെൻഡ് ഞാൻ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു മച്ച് ഓഫ് മൈ ടൈം എന്റെ സമയത്തിൽ ഭൂരിഭാഗവും വിത്ത് മൈ ഫാദർ ഇൻ ദ ഫീൽഡ്സ് അല്ലെ. എന്താണ്, എന്റെ അച്ഛന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃഷിയിടങ്ങളിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. ഹൗഎവർ മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. ഓക്കെ, എന്നിരുന്നാലും മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. അതായത് എന്റെ കുഞ്ഞു കാലുകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. എന്റെ കുഞ്ഞു കാലുകള് എന്നിരുന്നാലും ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. എന്റെ കുഞ്ഞു കാലും അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, കാഴ്ച ശക്തി ഇല്ലല്ലോ, അത് അച്ഛനെ സഹായിക്കാനോ അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കാനോ. അപ്പൊ അച്ഛൻ കൃഷിക്കാരനാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ തുമ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അരിവാളോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പാസ് ചെയ്യാനോ അല്ലെങ്കിൽ പുല്ല് പറിക്കാനോ ഇതിനൊന്നും എന്നെ കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൈ ഫാദർ ബിഗാൻ ടു തിങ്ക് ദാറ്റ് പെർഹാപ്സ് ദ പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ മൈറ്റ് ബി റൈറ്റ് അല്ലെ. എന്റെ അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേ മറ്റുള്ള ആളുകളൊക്കെ എന്റെ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ചിലപ്പോൾ എന്താവാം, ശരിയായിരിക്കാം. ഹി റിയലൈസ്ഡ് ഐ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ടു ദ ട്രഡീഷണൽ ഫാർമിംഗ് മോഡൽ. അച്ഛന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതായത് എന്റെ മകന് എന്തില്ല, കാഴ്ചശക്തിയില്ല, എന്റെ മകന് ഒരിക്കലും കൃഷി ചെയ്യാനായിട്ട് എന്തില്ല പറ്റില്ല. ദെൻ ഹി ഡിസൈഡഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് ടു ബി മൈ പാത്ത്. പിന്നെ അച്ഛൻ തീരുമാനിച്ചു വിദ്യാഭ്യാസമായിരിക്കണം എന്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വഴിയെന്ന് അച്ഛൻ എന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. ഇനി ഈ കുട്ടിയെ എന്ത് ചെയ്യാണ്, സ്കൂളിലോട്ട് എന്ത് ചെയ്യാണ്, കൊണ്ടുപോയി ആക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നേരിടുന്നുണ്ട്. നമുക്ക് നോക്കാം. Despite the challenges of trekking to far away school and being ignored by teachers and classmates, I persevered. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? Despite the challenges of trekking to far away school, അതായത് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തായിരുന്നില്ല, ദൂരെയായിരുന്നു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അവിടേക്ക് എന്നിരുന്നിട്ടും അതായത് സ്കൂളിലോട്ട് ട്രക്ക് ചെയ്തിട്ട് കാൽനടയായിട്ട് പോയിട്ട് ദൂരെയുള്ള സ്കൂളിലോട്ട്, അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്നിരുന്നിട്ടും ആൻഡ് ബീയിങ് ഇഗ്നോർഡ് ബൈ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്, സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലോ ടീച്ചേഴ്സും അല്ലാതെ മൈൻഡ് ചെയ്യില്ല, അതുപോലെ തന്നെ മറ്റു കുട്ടികളും ഇവൻ എന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല. ഐ പെർസീവർ അല്ലെ, ഞാൻ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്, സഹിച്ചിട്ട് അവിടെ നിന്നു എന്നാ പറഞ്ഞത്. ഫോർ 2 years ഐ സാറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്. 2 വർഷക്കാലത്തോളം ഞാൻ ക്ലാസ്സിലെ അവസാനത്തെ ബെഞ്ചിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എക്സ്ക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ്. ഇൻക്ലൂഡഡ് ഫ്രം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക, അവഗണിക്കുക. എല്ലാവരും നിനക്ക് കാഴ്ചശക്തി ഇല്ലാത്തതല്ലേ, നീ പോയിക്കോ, നിന്നെ വേണ്ട, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവനെന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ഐ ദെൻ ഫെൽറ്റ് ലൈക്ക് ദ പുവറസ്റ്റ് ചൈൽഡ് ഇൻ ദ വേൾഡ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ള ഒരു കുട്ടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി, പണം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രമല്ല, ബട്ട് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ അല്ലെ. ഈ ലോൺലിനെസ് അതായത് ഒറ്റപ്പെടുക അല്ലെ, വേറെ മാറ്റി നിർത്തുക, ഈ ഒറ്റപ്പെടലിന്റെ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അവഗണിക്കുക, ഈ കാര്യം കൊണ്ടൊക്കെ, പണം കൊണ്ട് മാത്രമല്ല, ഒറ്റപ്പെടലും മറ്റുള്ളവർ പരിഗണിക്കാതിരിക്കുക, എല്ലാവരും അവഗണിക്കുക, അതുകൊണ്ടൊക്കെ എനിക്കപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവഞ്ച്വലി പതിയെ മൈ പാരന്റ്സ് ആൻഡ് റിലേറ്റീവ്സ് ഡിസൈഡഡ് ദാറ്റ് ഐ ഷുഡ് സ്റ്റഡി ഇൻ എ സ്കൂൾ വിത്ത് സ്റ്റുഡൻസ് ലൈക്ക് ഹിം. അതായത് ഇവനെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്ന സാധാരണ സ്കൂളാണ്. പതിയെ എന്റെ പാരന്റ്സും അതുപോലെ തന്നെ എന്റെ റിലേറ്റീവ്സും തീരുമാനിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, എന്നെ പോലെയുള്ള കുട്ടികളുള്ള സ്കൂളിൽ എന്ത് ചെയ്യണം, പഠിക്കണം എന്ന് തീരുമാനിക്കുന്നു. സോ ഐ വാസ് സെൻഡ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ് അല്ലെ. എന്നെ അവർ എങ്ങോട്ട് അയക്കുന്നു എന്നാ പറഞ്ഞത്, ഹൈദരാബാദിൽ ഒരു സ്പെഷ്യൽ സ്കൂളിലോട്ട് എന്ത് ചെയ്യുന്നു, അയക്കുന്നു അല്ലെ. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ബ്ലൈൻഡ് സ്കൂൾ ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് അവിടെ അതിനനുസരിച്ചുള്ള എന്തുണ്ടാവും, പിന്നെ വിദ്യാഭ്യാസം എന്ത് ചെയ്യും, നൽകും. അതേപോലെ ഇനി ബ്ലൈൻഡ് സ്കൂളിലോട്ട് അല്ലെ, സ്പെഷ്യൽ സ്കൂളിലോട്ട് അവൻ പോവുകയാണ്. അവിടെയും നമ്മൾ ശ്രീകാന്തിനെ പോലെയുള്ള പല ഡിസബിലിറ്റി ഉള്ള ആളുകളൊക്കെ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് സെൻഡ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. ദർ ഐ എക്സലഡ് അല്ലെ, അവിടെ ഞാൻ എക്സലഡ് ആയിരുന്നു, ഗുഡ് ആയിരുന്നു എല്ലാത്തിലും.
ബിക്കമിങ് ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ്. അവിടുത്തെ പടുവായിരുന്നു ആര്? ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു ആര്? നമ്മുടെ ശ്രീകാന്ത് അല്ലെ. ഏർണിംഗ് ടോപ്പ് റാങ്ക്സ് അല്ലെ, അവിടെ വലിയ വലിയ റാങ്കുകളൊക്കെ ഞാൻ എന്ത് ചെയ്യുക, കരസ്ഥമാക്കുന്നു. ആൻഡ് റെപ്രസെന്റിംഗ് ഇന്ത്യ ഇൻ ചെസ് ആൻഡ് ക്രിക്കറ്റ് അല്ലെ, ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് ഞാൻ ചെസ്സിലും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ക്രിക്കറ്റിലൊക്കെ എന്ത് ചെയ്യുന്നു, ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ചെസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പണ്ടുള്ളത്. ഐ ഹാഡ് ദ പ്രിവിലേജ്. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ റൈറ്റ് അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുക, ഒരു അനുഗ്രഹം കിട്ടുക അല്ലെ. എന്താണ്? ഐ ഹാഡ് ദ പ്രിവിലേജസ് ഓഫ് വർക്കിംഗ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം സർ ഓൺ വേരിയസ് പ്രോജക്ട്സ് ലൈക്ക് ദ ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രോജക്ട് അല്ലെ. എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ആരുമായിട്ട് വർക്ക് ചെയ്യാൻ? APJ അബ്ദുൽ കലാം സാറുമായിട്ട് ഓൺ വേരിയസ് പ്രോജക്ട്സ്, വ്യത്യസ്ത പ്രൊജക്ടുകൾ അല്ലെ, ലൈക്ക് ദ ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്ട്. എന്തുപോലെ? ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്ട് പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അടുത്ത് നോക്കാം. when I completed my 10th grade with over 90% marks, I wanted to study science at the Andhra Pradesh State Board. Okay, അങ്ങനെ when I completed my 10th grade, നമ്മുടെ ശ്രീകാന്ത് പിള്ള പറയാണ്, ഞാൻ എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം 90% മാർക്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡിൽ സയൻസ് എടുത്തിട്ട് പഠിക്കാനായിരുന്നു. 10 കഴിഞ്ഞിട്ടുള്ള തുടർ പഠനം, നമ്മളവിടെ +1 +2 ഒക്കെ പോകും. However, I was told I could only take arts because I was impaired. Impaired means disabled, visually challenged ആയതുകൊണ്ടാണ്. പക്ഷെ എന്നോട് എല്ലാവരും പറഞ്ഞു, എന്താണ് എന്താ പറഞ്ഞത്, നിന്നെ സയൻസ് എടുക്കണ്ട, വേറെ ഹ്യൂമാനിറ്റീസോ മറ്റു കോഴ്സുകളൊക്കെ എടുത്താൽ മതി എന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഐ ഡിഡ് നോട്ട് കൺസിഡർ മൈ സെൽഫ് വിഷ്വലി ഇമ്പയർഡ് ബട്ട് വിഷ്വലി ചലഞ്ചഡ്. പക്ഷെ ഞാൻ ഒരിക്കലും എന്നെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ഒരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കാഴ്ചയ്ക്ക് ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്ന രീതിയിൽ ഞാൻ എന്നെ ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ല. ബട്ട് വിഷ്വലി ചലഞ്ചഡ്, എനിക്ക് കാഴ്ചയിൽ കുറച്ച് വെല്ലുവിളി ഉണ്ട് എന്നുള്ളൂ, അങ്ങനെ ഞാൻ കരസ്ഥമാക്കിയിട്ടുള്ളൂ. ഐ വാസ് നോട്ട് അലൗഡ് ടു പെർസ്യൂ മൈ പാഷൻ. എന്റെ പാഷൻ അല്ലെ, നമ്മുടെ ആ ഒരു അതിയായിട്ടുള്ള പാഷൻ ഉണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ, അന്നത്തെ അതിയായിട്ടുള്ള പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് പഠിക്കുകയായിരുന്നു. ഡ്യൂ ടു ദ പെർസെപ്ഷൻസ് ഓഫ് അതേഴ്സ്. പെർസെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസം, കാഴ്ചപ്പാടുകൾ അല്ലെ, അതായത് ബാക്കിയുള്ളവരെ കാഴ്ചപ്പാടുകൾ, ബാക്കിയുള്ളവരുടെ വിശ്വാസം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ പാഷന് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. റാദർ ദാൻ അക്സെപ്റ്റ് ദിസ്, ഞാനിതൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ഈ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ അപ്പുറം ഐ ഡിസൈഡ് ടു സ്യൂ ദ ഗവൺമെന്റ്. ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്ന പറഞ്ഞത്, സ്യൂ ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ലീഗൽ ആക്ഷൻസ് അല്ലെ. ഞാൻ ഗവൺമെന്റിനെതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലീഗൽ ആക്ഷൻസ് എടുക്കുകയാണ്. അതായത് ചിലപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പോലുള്ള ഓരോ സ്കൂളുകളെ സമീപിച്ചിട്ടുണ്ടാവാം, സയൻസിൽ ചിലപ്പോൾ റാങ്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടൊക്കെ വരുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയും, നീ സയൻസ് സ്ട്രീമിൽ എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട, നീ പിന്നെ ഹ്യൂമാനിറ്റീസിലോട്ട് പോയിക്കോ, നീ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരാളല്ലേ, അതെന്ത് ചെയ്യില്ല, നിനക്ക് കഴിയില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകളും നാട്ടുകാരും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, സ്കൂളിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ ശ്രീകാന്ത് പിള്ള എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ നമ്മുടെ സർക്കാരിനെതിരെ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കേസ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക, ഒരു തരത്തിലുള്ള ലീഗൽ ആക്ഷൻസ്. ഓക്കെ, അങ്ങനെ ആഫ്റ്റർ 6 months ഓഫ് ലീഗൽ ബാറ്റിൽ, അങ്ങനെ 6 മാസം, ഇന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതിന്റെ എന്ത് വരില്ല, റിപ്പോർട്ടൊന്നും എന്ത് ചെയ്യില്ല, വരില്ല. ആഫ്റ്റർ 6 months ഓഫ് ലീഗൽ ബാറ്റിൽ അല്ലെ, 6 മാസത്തെ ലീഗൽ ബാറ്റിന് ശേഷം, നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ശേഷം, ഐ റിസീവ്ഡ് എ ഗവൺമെന്റ് ഓർഡർ അലോ മീ ടു സ്റ്റഡി സയൻസ്. ഒരു ഗവൺമെന്റ് ഓർഡർ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യുക, സയൻസിൽ പഠിക്കാൻ എന്ത് ചെയ്യുന്നു, അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്, എന്റെ റിസ്കിൽ അല്ലെ. ഡെസ്പൈറ്റ് ദ ലാക്ക് ഓഫ് റിസോഴ്സസ്. ഇവിടെ റിസോഴ്സസ് ഉദ്ദേശിക്കുന്നത് അതായത് സയൻസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്രോതസ്സുകൾ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മളെ റെക്കോർഡ്സ് ഒക്കെ എന്ത് ചെയ്യും, എഴുതേണ്ടി വരും, പരീക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ബയോളജി ആണെങ്കിലോ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലോ. അപ്പോ ഈ ലാക്ക് ഓഫ് റിസോഴ്സസിന്റെ കാര്യമായിട്ട് കൂടി ഐ വർക്ക്ഡ് ഹാർഡ് അല്ലെ. റിസോഴ്സ് ഒന്നും ഇല്ലാഞ്ഞിട്ട് കൂടി ഞാൻ കഠിനമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെന്റർ. ആരുടെ സഹായത്തോടെ? ഒരു മെന്ററുടെ സഹായത്തോടെ. ഒരു തരത്തിലൊരു പേഴ്സണൽ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ മെന്റർ കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഒരു മെന്റർ ഉണ്ടായിരുന്നു. ഷീ റെക്കോർഡഡ് മൈ ടെക്സ്റ്റ് ബുക്സ് ഓൺ ഓഡിയോ. എന്റെ മെന്റർ എന്താ ചെയ്തിട്ടുള്ളത്, എന്റെ ഓൾ ടെക്സ്റ്റ് ബുക്സ് അവൾ എന്തെങ്കിലും ഓഡിയോയിലായിട്ട് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ഐ സ്കോർഡ് 98% ഇൻ മൈ എക്സാംസ്. ഞാൻ എന്റെ ഹയർ സെക്കൻഡറി എക്സാമുകളിൽ അല്ലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 98% നേടിയിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ വിജയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു മെന്റർ ഉണ്ടായിരുന്നു, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ടീച്ചർ സഹായിക്കാനുണ്ടായിരുന്നു. ആ മെന്റർ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ എല്ലാ പാഠഭാഗങ്ങളും മറ്റൊക്കെ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവൻ ഇങ്ങനെ എന്ത് ചെയ്യും, അത് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ, അത് വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പേപ്പർ കാർഡിലോ അല്ലെങ്കിൽ മെമ്മറി കാർഡിലൊക്കെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവനങ്ങനെ ഓരോ പാഠഭാഗങ്ങളും എന്ത് ചെയ്യും, ഇതിങ്ങനെ കേൾക്കും. ഇന്നിപ്പോ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ അന്ന് കാണാൻ പറ്റില്ലല്ലോ, അത് കേൾക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പാട്ടൊക്കെ കേട്ടുകാണ് നമ്മൾ ഫീൽ ചെയ്യലും കാണാതെ പഠിക്കലൊക്കെ അല്ലേ. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാഠഭാഗങ്ങളൊക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നു, നോക്കുന്നു.
This proves that anyone, regardless of their impairment or challenges, അല്ലെ ഇതെന്താണ് കാണിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്, ആരായിക്കോട്ടെ അല്ലെ, അവര് വിഷ്വലി ഇമ്പയർഡ് ആയിക്കോട്ടെ, ഡിസേബിൾഡ് ആയിക്കോട്ടെ, ഓർ ചലഞ്ചസ്, എന്ത് ശാരീരികമായിട്ടുള്ള വെല്ലുവിളി ഉണ്ടായിക്കോട്ടെ, ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. അവർക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നേടാനായിട്ട് പറ്റും. ഞാൻ നേടിയതല്ലേ, എല്ലാവർക്കും എന്ത് ചെയ്യും പറ്റും എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ശ്രീകാന്ത് പിള്ള എന്ത് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ യാത്ര എവിടെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. However, my journey didn't end there. എന്റെ യാത്ര അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. When it was time to apply to top engineering schools like IIT, I was told that I couldn't sit for the competitive exams because of my blindness. അങ്ങനെ എന്റെ യാത്ര അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പിന്നെ എഞ്ചിനീയറിംഗ് സ്കൂളിലോട്ടൊക്കെ ലൈക്ക് IIT പോലെയുള്ള സ്ഥാപനങ്ങളിലോട്ടൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് വന്നപ്പോൾ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. I was told, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, I couldn't sit for the competitive exams because of my blindness. അല്ലെ, അത് നിനക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എൻട്രൻസ് പോലുള്ള എക്സാം ഒന്നും എന്ത് ചെയ്യാൻ എഴുതാനായിട്ട് പറ്റില്ല, നിന്റെ ബ്ലൈൻഡ്നെസിന്റെ കാര്യം കൊണ്ട് നിനക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാനായിട്ട് പറ്റില്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പലരും എന്നോട് പറഞ്ഞു. ഇഫ് IIT didn't want me, IIT തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ, I decided I didn't want it ചെയ്ത്, എനിക്ക് IIT എന്ത് ചെയ്യണ്ട, വേണ്ട. I applied to top schools in the United States. അല്ലെ, ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടോപ്പ് സ്കൂളുകൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ആൻഡ് വാസ് അക്സെപ്റ്റഡ് ഇൻ ടു MIT. അല്ലെ, ഇവിടെ നിന്നൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു MIT എന്ന്. അതുപോലെ തന്നെ സ്റ്റാൻഫോർഡ്, ബൊക്ലി ആൻഡ് കനൂഗി മെലൻ ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ചോസ് ടു അറ്റൻഡ് MIT. അല്ലെ, പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, MIT ഞാൻ MIT സെലക്ട് ചെയ്യുന്നു. ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ് ഇൻ ദ ഹിസ്റ്ററി. എന്ത് ചെയ്യുന്നു, ഹിസ്റ്ററിന്റെ ഇതിൽ അല്ലെ, ചരിത്രത്തിൽ തന്നെയുള്ള ആദ്യത്തെ എന്താവുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ഒരു ബ്ലൈൻഡ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. While at MIT, I began to think deeply about my future. അങ്ങനെ MIT-ൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാവിയെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നു. ഷുഡ് ഐ ജസ്റ്റ് ഗെറ്റ് മാരീഡ്, ഞാനിപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കല്യാണം കഴിക്കണോ, ഓർ സെറ്റിൽ ഡൗൺ ആൻഡ് വർക്ക് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക, ഞാൻ കല്യാണം കഴിച്ച് സെറ്റിൽ ആണ്, അതോ ഈ കോർപ്പറേറ്റ് അമേരിക്കയിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണം? നോ, ഐ വാണ്ടഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് സോൾവ് ചെയ്യണമായിരുന്നു. Why should blind children be made to sit on the last bench? എന്തുകൊണ്ടാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ അവസാനത്തെ ബെഞ്ചിൽ എന്ത് ചെയ്യുന്നത്, ഇരുത്തുന്നത്? Why should 10% of India's population who are disabled be excluded from the economy? അല്ലെ, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് 10% വരുന്ന കുട്ടികളെ, ഇന്ത്യൻ പോപ്പുലേഷനിലെ 10% കുട്ടികളല്ല ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, 10% വരുന്ന ആളുകൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അവരെ എക്സ്ക്ലൂഡഡ് ഫ്രം ദ എക്കോണമി. അല്ലെ, അവരെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സാമ്പത്തികപരമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തുന്നത്? അതായത് ഒരാൾ ബ്ലൈൻഡ് ആണെന്ന് വിചാരിച്ചോളൂ, അദ്ദേഹം വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടി നിന്ന് വീട്ടുകാരൻ കൊണ്ടുവരുന്ന ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു ജീവിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊരർത്ഥാണ് വരുന്നത്. അവർക്കും ജോലിക്ക് പോകണ്ടേ, അവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് വരുന്ന പണ്ടത് പെർ ക്യാപിറ്റ ഇൻകം കൂടില്ലേ അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വരുമാനമൊക്കെ എന്ത് ചെയ്യുമല്ലോ, കൂടുമല്ലോ അല്ലെ. അപ്പൊ ആ ഒരു ചിന്തയാണ് ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. ദീസ് ക്വസ്റ്റ്യൻസ് ലെഡ് മീ ബാക്ക് ടു ഇന്ത്യ. ഈ ചോദ്യങ്ങൾ എന്നെ തിരിച്ച് ഇന്ത്യയിലോട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നയിച്ചു. വേർ ഐ റിട്ടേൺഡ് ഗിവിംഗ് അപ്പ് ആൾ ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ കോർപ്പറേറ്റ് അമേരിക്ക. ഞാൻ കോർപ്പറേറ്റ് അമേരിക്കയിലെ എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, വിടുന്നു. ടു ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ദ ഡിസേബിൾഡ്. എന്തിനായിരുന്നു ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നത്, ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ഇനി ബ്ലൈൻഡ് ആയിക്കോട്ടെ, ഇനി സംസാരിക്കാൻ പറ്റാത്ത ആളുകളായിക്കോട്ടെ, ഇനി ചെവി കേൾക്കാൻ പറ്റാത്ത ആളുകൾ, ഡിസേബിൾഡ് എന്നാണ് പറഞ്ഞത്, അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് എന്ത് ചെയ്യുന്നു, വരുന്നു. അങ്ങനെ വി എസ്റ്റാബ്ലിഷ്ഡ് എ പ്ലാറ്റ്ഫോം വോളന്റ് ഇൻഡസ്ട്രീസ് ടുഗദർ വിത്ത് മൈ പാർട്ട്ണർ. അല്ലെ, അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള രവി മന്ദന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോം സ്ഥാപിക്കുന്നു, വോളന്റ് ഇൻഡസ്ട്രീസ് ആണ്. ടു ഫൈൻഡ്, കണ്ടെത്തുക, ആൻഡ് റീഹാബിലിറ്റേറ്റ്, റീസ്റ്റോർ ചെയ്യുക, നേർച്ചർ, പരിപാലിക്കുക, ആൻഡ് റീഇന്റഗ്രേറ്റ്, അല്ലെ, പുതുക്കുക ആരെ, ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. അല്ലെ, ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള, ഈ ഡിസബിലിറ്റി ഉള്ള ഈ ഓരോ ആളുകളെ, കാഴ്ചശക്തി ഇല്ലാത്ത ആളുകളെ, അത് കേൾവി ശക്തി ഇല്ലാത്ത ആളുകളെ, സംസാരിക്കാനില്ലാത്ത ആളുകളെ, അല്ലെ, ശക്തി ഇല്ലാത്ത ആളുകളെ, അതുപോലെ തന്നെ എണീക്കെടുക്കാൻ പറ്റാത്ത ആളുകൾ, ഇതിൽ ഡിസേബിൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബ്ലൈൻഡ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ഇൻഡിവിജ്വൽസ് ഇൻ ടു സൊസൈറ്റി, അതായത് ഒരു ബൊള്ളൻ ഇൻഡസ്ട്രി സ്ഥാപിക്കുന്നു, അത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ റീസ്റ്റോർ ചെയ്യുക, നല്ല റീസ്റ്റോർ ഗുഡ് ഹെൽത്ത് ചെയ്യുക, പരിപാലിക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, പുതുക്കുക. ആരെന്നാ പറഞ്ഞത്, ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഇൻ ടു സൊസൈറ്റി റാദർ ദാൻ സെപ്പറേറ്റ് ഫ്രം ഇറ്റ്. അതായത് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ സെപ്പറേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്, അവരെല്ലാവരും ചേർത്ത് നിർത്താനായിട്ടാണ് എന്തായിട്ടുള്ളത് ഇദ്ദേഹത്തിന് ആ ബൊള്ളൻ ഇൻഡസ്ട്രി പിന്നെ അദ്ദേഹം ഉണ്ടായിരുന്നത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. മക്കളെ,
നമ്മൾ ജീവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ വിത്തൗട്ട് മണി വി കാനോട്ട് അച്ചീവ് എനിത്തിങ്. പണമില്ലാതെ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാനായിട്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സ്ഥാപനങ്ങളും മറ്റു പ്ലാറ്റ്ഫോമൊക്കെ സ്ഥാപിച്ച് ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. ആ തൊഴിലവസരങ്ങളോട് ചെറിയ ചെറിയ വരുമാനങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും, വരും. അതായത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ എന്റെ മുന്നേ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടി നിങ്ങൾക്ക് ഉണ്ടാവും, ചിലപ്പോൾ അത് മേടിക്കാൻ ഇത് മേടിക്കാനൊക്കെ ഉണ്ടാവും. നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും, എന്റെ പാരന്റ്സിനും ഉണ്ടാവും, എനിക്കുണ്ടാവും, ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടാവും സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കുണ്ടാവും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന് കാഴ്ചശക്തിയും കൂടി ഉണ്ടെങ്കിലോ. അപ്പൊ അവർക്ക് കാഴ്ചശക്തി ഇല്ലാന്ന് കരുതി അവരെ മാറ്റി നിർത്താതെ അവരെല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ഒരു പരിപാടി എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. ഈ ഒരു ഉദ്ദേശമാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അതിൽ അതിയായ തോതിൽ തന്നെ വിജയം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കണം നമ്മൾ പരസ്പരം എന്താ പറയാ, സഹായിക്കണം. ആളുകളെ എന്ത് ചെയ്യണം, നമ്മൾ സഹായിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എന്ത് ചെയ്യും, സഹായിക്കണം. അല്ലെ, പുഞ്ചിരി കൊണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഹായിക്കാനായിട്ട് എന്ത് ചെയ്യും, പറ്റും. ഇല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല, മനസ്സുകൊണ്ടെങ്കിലും എന്ത് ചെയ്യും, വിചാരിച്ചിട്ട് അവനെ സഹായിച്ചാൽ നന്നായിരുന്നു എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം. അതായത് നമുക്ക് എല്ലാ അനുഗ്രഹവും സർവ്വശക്തനായിട്ടുള്ള ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ കൊടുത്തോളണമെന്ന് ഇല്ല. അപ്പൊ എല്ലാവരും ഒരേ ഇതിൽ വേണം എല്ലാവരും എന്ത് ചെയ്യാൻ, കാണാൻ. ഇങ്ങനെ ആ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി. വി ഹാവ് സപ്പോർട്ടഡ് ഓവർ 3000 സ്റ്റുഡൻസ് ഇൻ എഡ്യൂക്കേഷൻ. ഞങ്ങൾ 3000-ലധികം കുട്ടികളെ ഞങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ സ്പോർട്സ്. ഇവിടെ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും അല്ലെ. പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ പോളി പോലെയുള്ള ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ നൽകുന്ന ഇവിടെ ഉദ്ദേശിക്കുന്ന വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൊഴിലിൽ ഉള്ള കുറച്ച് റിസോർ. ചിലപ്പോൾ തൊഴിലില്ലാതെ ചിലപ്പോൾ എല്ലാ കടയുടെ സൈഡിലൊക്കെ ഒന്ന് ഇരുന്ന് കണ്ടുള്ള അങ്ങനെ എന്തെങ്കിലും തൊഴിലൊക്കെ അവർക്ക് ഒരു അവരെ സെൽഫ് എംപവർ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. സ്പോർട്സിൽ ആൻഡ് മച്ച് മോർ പല കാര്യത്തിലും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. തൊഴിലിന്റെ ഒക്കെ രീതിയിൽ ചിലപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിലെടുക്കണം, എന്തെങ്കിലും ചിലപ്പോൾ പേപ്പർ കൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്ന കവർ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പഠിക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുക. ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാനായിട്ട് എന്ത് ചെയ്യില്ല, കഴിഞ്ഞൊന്നും എന്ത് ചെയ്യില്ല, വരില്ല. അവർക്ക് അവരുടേതായി ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങൾ, ഈ കുട നിർമ്മാണം, അതുപോലെ തന്നെ പോട്ടെ, അങ്ങനെ കുറെ സാധനങ്ങൾ, കരകൗശല വസ്തുക്കൾ, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ട്. നമ്മളൊക്കെ കഴിവുകൾ എന്ന് പറഞ്ഞാൽ അനന്തമാണ്. പക്ഷെ ഞാനും നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയന്മാരുടെ ഒക്കെ എന്താണ് പണ്ട് കുറച്ച് ആശാന്മാരുമാണ് നമ്മളൊക്കെ. ഓക്കെ, അവർ കമ്പനി നൗ എംപ്ലോയീസ്. ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പൊ എത്ര ആൾക്കാർ തൊഴിൽ നോക്കുന്നുണ്ട്? ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് അല്ലെ. 150-ലധികം വരുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്ന ജോലി നോക്കുന്നുണ്ട്. ഇറ്റ് ഗ്രോസസ് ഓക്കെ ഓവർ $1 million ഇൻ സെയിൽസ്. ഞങ്ങളുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീസൈക്ലഡ് പേപ്പർ പ്രൊഡക്ട്സ് ആണ്, മറ്റു പേപ്പർ കവേഴ്സ്, പേപ്പർ നിക്നാക്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇപ്പൊ നമുക്കൊക്കെ ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലയിടത്തു നിന്നൊക്കെ നമുക്ക് പേപ്പറിന്റെ എന്ത് ചെയ്യുന്ന ഷോപ്പറൊക്കെ എന്ത് ചെയ്യുക കിട്ടും. ചിലപ്പോൾ കീറിയൊക്കെ പോകും. അതൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം. പിന്നെ ഈ കുടുംബശ്രീ പോലെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നാലും ഇതിൽ മുൻകൈ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മുൻകൈ ഇട്ടിട്ടല്ല കേട്ടോ, മുൻകൈ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ 150-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇറ്റ് ഗ്രോസസ് ഓവർ $1 million ഇൻ സെയിൽസ്. അത് $1 million അല്ലെ, $1 million. 1 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം. $10 ലക്ഷം ഏകദേശം കോടിക്കണക്കിന്റെ മുകളിലുള്ള വരുമാനമാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ബട്ട് വി ആർ സ്റ്റിൽ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അവർ ഗ്രോത്ത്. പക്ഷെ ഇത്രയൊക്കെ ഞങ്ങൾ $1 million ഒക്കെ വിറ്റുവരവ് ഉണ്ടായിട്ട് കൂടി ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ എന്താണ് ഇനീഷ്യൽ സ്റ്റേജ്, ഞങ്ങൾ ഗ്രോത്തിന്റെ വളർച്ചയുടെ തുടക്കത്തിലുള്ള ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. വിത്ത് മച്ച് മോർ ടു ഡു. ഞങ്ങൾക്ക് ഇനിയും കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അവസാനം നമ്മൾ ഇത് എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്, സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒരു 3 ലെസൺസ് നമുക്ക് പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഐ വാണ്ട് ടു ലീവ് യു വിത്ത് 3 ലെസൺസ്. ഞാൻ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ്, ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ് അല്ലെ. അതായത് ഷോ കമ്പാഷൻ, നമ്മൾ സഹാനുഭൂതി എന്ത് ചെയ്യണം, കാണിക്കണം. ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. ത്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച, മറ്റൊരാളുടെ വളർച്ചയിൽ നമ്മൾ എന്ത് ചെയ്യണം, സഹായിക്കണം. ട്രൂ വെൽത്ത് ഡസൻറ്റ് കം ഫ്രം മണി. ശരിക്കുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിലൂടെയല്ല നമുക്ക് കിട്ടുക, ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സന്തോഷത്തിലൂടെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ കാരണം ഒരാൾ നന്നാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുപരി നമുക്ക് സന്തോഷം എന്ന മറ്റൊരു കാര്യമില്ല. പിന്നെ പറയുന്നത് സെക്കൻഡ്, റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലൈഫ്സ് അല്ലെ. ആളുകളുടെ ജീവിതത്തിൽ നിന്ന് എന്തെടുത്ത് മാറ്റണം? ഈ അലോൺ ആണ് അല്ലെ, ഈ വിരസത ഉണ്ടാവും, ഒറ്റപ്പെട്ടു പോയി, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എടുത്തു കളയണം. ആസ് ഇറ്റ് ഈസ് ദ വേർസ്റ്റ് ഫോം ഓഫ് പോവർട്ടി. ഈ ലോൺലിനെസ്, ഈ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള രൂപമാണ്. ദാരിദ്ര്യവും അല്ല, അതിന്റെ അപ്പുറത്തേക്കാണെന്നാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്. ഫൈനലി, റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ്. പിന്നെ മറ്റൊരു കാര്യം കൊണ്ട്, നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഫസ്റ്റ് ടു ബെനിഫിറ്റ്. നിങ്ങൾക്ക് അതിന് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കായിരിക്കും അതിന്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യുക ഉണ്ടാവുക. നിങ്ങൾ ഒരാളെ സഹായിച്ചു എന്ന് വിചാരിച്ചു,
അയാൾ സഹായിക്കപ്പെട്ടേക്കാം, പക്ഷെ നിങ്ങൾക്ക് അയാളെ സഹായിച്ചല്ലോ എന്നൊരു സന്തോഷം മനസ്സിലുണ്ടാകും. നമ്മുടെ മനസ്സാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ, ലോകം എന്നെ നോക്കിക്കാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ശ്രീകാന്ത് യു ക്യാൻ ഡു നത്തിങ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ശ്രീകാന്ത്. ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ, ഞാൻ ഇന്ന് ആ ലോകത്തെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നു ഐ കാൻ ഡു എനിത്തിങ്, എനിക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ സ്പീച്ച് അവസാനിക്കാണ്. വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് മക്കളെ. നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാനാവും. ചിലപ്പോൾ പഠനത്തിൽ വീക്കായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവാം, എഴുത്തിലൊക്കെ എല്ലാം പതിയെ പതിയെ എല്ലാം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് എന്ത് ചെയ്യുക, വീഡിയോയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക എത്തിക്കുക. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചോദിക്കുക, കമന്റിലൂടെ എന്ത് ചെയ്യുക ചോദിക്കുക. താങ്ക് യു.